പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ കാര്യം, ഈ ഒരു സീസണിൽ ഏറ്റവും കുറവ് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുള്ള ടീമുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. നിലവിൽ ഇതുവരെ ഏറ്റവും കുറഞ്ഞ ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുള്ള ടീം ബംഗളൂരു FC ആണ്. രണ്ടാമത് പഞ്ചാബ് FC, മൂന്നാമത് ചെന്നൈ FC, നാലാമത് ജംഷഡ്പൂർ FC, അഞ്ചാം സ്ഥാനത്തുള്ളത് മുഹമ്മദൻ FC ആണ്. ആറാം സ്ഥാനത്ത് ഹൈദരാബാദ് FC, ഏഴാം സ്ഥാനത്ത് മുംബൈ സിറ്റി FC ആണ്. മാത്രമല്ല ഈ ഒരു ലിസ്റ്റിൽ 8ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 9ാം സ്ഥാനത്ത് മോഹൻ ബഗാനാണ്. 10ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. നിലവിൽ ബംഗളൂരു FC കളിച്ച 4 മത്സരങ്ങളിൽ ഒരു മത്സരത്തിൽ പോലും ഗോൾ വഴങ്ങേണ്ടി വന്നിട്ടില്ല. അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചാൻസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന ഒരു വാർത്ത അനുസരിച്ച് ഇന്ത്യൻ നാഷണൽ ടീം ക്യാമ്പിൽ നിന്നും 6 മോഹൻ ബഗാൻ താരങ്ങളെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ടീം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൽ സമദിനെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് താരത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ പരിക്കിന്റെ പിടിയിലാണ് സഹൽ അബ്ദുൽ സമദ്. കഴിഞ്ഞ ബംഗളൂരിനെതിരെയുള്ള മത്സരത്തിനിടയിലായിരുന്നു സഹലിന് പരിക്കേറ്റിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മുഹമ്മദ് നസിക്കെതിരെയുള്ള മത്സരത്തിൽ സഹൽ കളിച്ചിരുന്നില്ല. ഇന്ത്യൻ ടീം സഹലിനെ ആവശ്യപ്പെട്ടെങ്കിലും മോഹൻ ബഗാൻ ടീമിന് സഹലിനെ വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ല. എന്നാൽ മറ്റു ചില താരങ്ങളെല്ലാം മത്സരത്തിനോടനുബന്ധിച്ച് നാഷണൽ ടീമിൽ പോയേക്കും. അടുത്തൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയൻ ലൂണ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അഡ്രിയൻ ലൂണയുടെ പുതിയൊരു ഇന്റർവ്യൂ പുറത്തു വന്നിരുന്നത്. താൻ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തത് എന്നതിനുള്ള ലൂണയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ ഓസ്ട്രേലിയ വിട്ടു പോയതിനു ശേഷം കാരോളിസ് കിങ്സ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. മാത്രമല്ല അദ്ദേഹം എനിക്ക് ഓഫർ നൽകുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ക്ലബിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. ഇവിടുത്തെ സ്റ്റേഡിയവും ആരാധകരും എല്ലാം എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല താൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് കൊച്ചിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്നുള്ളത്. ക്ലബിന്റെ ഈ ഒരു പ്രൊജക്റ്റിൽ എൻ്റെ റോള് പ്രധാനമായതുകൊണ്ട് തന്നെയാണ് താൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ തീരുമാനിച്ചത്. മാത്രമല്ല കിരീടത്തിനായി ഞങ്ങൾ എല്ലാവരും പോരാടുക തന്നെ ചെയ്യുമെന്നും ലൂണ കൂട്ടിച്ചേർത്തു. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.